ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഇതുപോലൊരു ഇഡ്ഡലി ചെമ്പിൽ ഒരു 2 മീനും ഇനി അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 അയലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ദാണ്ട് ഞാൻ തലയോട് കൂടി അങ്ങ് എടുത്തതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തല നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ആക്കാനൊക്കെ വരികയില്ലേ അതുപോലെ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അതിന് കുറച്ച് വെള്ളം ഒന്ന് താളിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും അരപ്പൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തേക്കൂലേ അതുപോലെ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ റെസ്റ്റ് ആക്കാൻ വെക്കണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്ങാനും ഒന്ന് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ അതാണ്ട് ഒന്ന് ആക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അങ്ങോട്ട് എടുത്ത് വെക്കാം. അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരു ഇഡ്ഡലി തട്ടെടുത്ത് ഞാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 മീനും അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ കുഴികളിലും ഓരോ മുട്ട വെച്ചിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആകെ 2 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാണ്ടെ മുട്ടയും ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട ഒഴിച്ചപ്പോൾ തന്നെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ടേ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട് ഞാനൊന്ന് ഓപ്പൺ ആക്കുകയാണ്. മീനും മുട്ടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ ആ മുട്ടയുടെ കുറച്ച് അംശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദാണ്ട് ഇനി നമുക്ക് ഈ മഞ്ഞക്കരു ഇതിനകത്ത് നിന്ന് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അല്ലാതെ കഴിക്കാം. അപ്പോൾ ദാണ്ട് ഇത് ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ മാറ്റിയെടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിനി എന്നിട്ട് ഈ മീനൊക്കെ ഒന്ന് അതിൻ്റെ മുള്ളിൽ നിന്ന് ഇളക്കി മാറ്റിയെടുക്കണം. തലയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ദാണ്ട് ഞാൻ ആ മാംസം മാത്രം ഒന്ന് എടുത്ത് സെപ്പറേറ്റ് ചെയ്തൊരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ദാണ്ട കണ്ടോ. ഇനി അതുപോലെ മുട്ടയും ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പിച്ചി, അതായത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കാണ്. അത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുഞ്ഞുള്ളിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞുള്ളി എടുത്തില്ലെന്നേ ഉള്ളൂ. സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് കളർ മാറി വരണം. ഇത് ഒരുപാട് നിറമൊന്നും മാറ്റിയെടുക്കണ്ട. ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ചെറിയൊരു കളർ മാറുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മീനും മുട്ടയും ഒരുമിച്ചുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും ചിലർ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ 2-3 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് 2-3 വട്ടമൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ദാണ്ടെ ഇനി ഇങ്ങനെ ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും നമ്മൾ പൊളിച്ചു വെച്ച മീനും ഇതിലേക്ക് ചേർക്കാം. അതുപോലെ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് മീനായതിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂല. ഞാൻ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തത് കൊണ്ട് തന്നെയും ഇങ്ങനെ അടിക്കൊക്കെ ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആകെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട് താഴെ. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് അങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണൊക്കെ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം. ഈ പൊടികളുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. കാര്യം നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ മീൻ വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെയും ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, നല്ല ക്ഷാമമാണ് എനിക്ക് കറിവേപ്പില കിട്ടാൻ, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കണേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി കുറച്ച് നാരങ്ങ നീരും കൂടെ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് അപ്പോൾ നാരങ്ങേൻ്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴേ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഓരോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനും മുട്ടയൊക്കെ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.